ഇപ്പോൾ നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധി അടൂരിലെത്തുന്ന ദൃശ്യങ്ങളാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി UDF ക്യാമ്പിന് ആവേശം പകർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാകാൻ എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി അടൂരിലാണ് എത്തിയിരിക്കുന്നത്. ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അത് UDFന് വോട്ടുകൾ അനുകൂലമാക്കി തീർക്കുമെന്ന പ്രതീക്ഷ UDF നേതാക്കൾക്കുണ്ട്. രാഹുൽ ഗാന്ധി അടൂരിലെത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം അല്പസമയത്തിനകം. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തിയത് UDF ക്യാമ്പിന് വലിയ ആവേശം പകരും എന്നാണ് നമ്മൾ കരുതേണ്ടത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടൂരിലെത്തിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം അല്പസമയത്തിനകം. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഏതാണ്ട് വൈകുന്നേരത്തോടുകൂടി കോട്ടയത്തെത്തും. ഇന്ന് വൈകിട്ട് 3 മണിയോടെ കോട്ടയത്ത് ആദ്യം പാമ്പാടിയിലെത്തി ചാണ്ടിയോമിന് വേണ്ടി പ്രചാരണം നടത്തും. അതിനുശേഷം കഞ്ഞിക്കുഴിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വേണ്ടി പ്രചാരണത്തിനിറങ്ങും. പിന്നെ അങ്ങനെയൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പരിപാടികൾ. അതിൻ്റെ വിശദാംശങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. കേരളത്തിൽ വോട്ടെടുപ്പിന് 10 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി UDF ക്യാമ്പിന് ആവേശം പകർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്തേക്ക് കാലെടുത്തു വച്ചിരിക്കുന്നത്. ഡീൽ വിവാദങ്ങൾ മുതൽ SDPI വോട്ട് വിഷയം വരെ പ്രചാരണ രംഗത്ത് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. വയനാട്ടിലെ ദുരന്ത ബാധിതരെ ഏത് നിലയിലാണ് അവരെ ട്രീറ്റ് ചെയ്തതെന്ന കാര്യമൊക്കെ വലിയ ചർച്ചയാകുന്നു. കോൺഗ്രസ് വെച്ച് നൽകാമെന്ന് പറഞ്ഞ വീട് വൈകുന്നത് വലിയ ചർച്ചയാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇടതുമുന്നണി. ആ ഘട്ടത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിനായിട്ടുള്ള കേരളത്തിലേക്കുള്ള വരവ്. രാഹുൽ ഗാന്ധി എത്തുന്നു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പര്യടനം. നാളെ രാഹുൽ ഗാന്ധി കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പര്യടനം നടത്തും. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാകുന്ന സാഹചര്യത്തിൽ ഇന്ന് അടൂർ മുതൽ പന്തളം വരെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയുണ്ട്. റാന്നിയിലും ആറന്മുളയിലും രാഹുൽ ഗാന്ധി എത്തും. ഇനി കാത്തിരിക്കാനുള്ളത് UDFന്റെ പ്രകടന പത്രികയ്ക്കാണ്. ആ പ്രകടന പത്രിക അധികം വൈകാതെ പുറത്തിറക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജിബിൻ JB നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, രാഹുൽ ഗാന്ധി അടൂരിൽ എത്തിയിരിക്കുന്നു. ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടികൾ എവിടെയൊക്കെയാണ്? അടൂർ മുതൽ പന്തളം വരെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അത് എത്ര മണിക്കാണ് തുടങ്ങുക? റാന്നി, ആറന്മുള പോലെയുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാകുന്ന മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാകുമല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? GK 12:15 കൂടിയാണ് രാഹുൽ ഗാന്ധി വന്ന ഹെലികോപ്റ്റർ അടൂരുള്ള പോലീസ് ക്യാമ്പിൽ ഇറങ്ങിയത്. അവിടെ നിന്ന് അല്പസമയം മുമ്പാണ് ഈ വാഹനവ്യൂഹം അടൂരിൽ പരിപാടി നടക്കുന്ന പൊതുസമ്മേളനം നടക്കുന്ന KSRTC ഡിപ്പോയ്ക്ക് സമീപത്തുള്ള റോഡിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഏതാനും ഒരു 10 മിനിറ്റിനകം തന്നെ അടൂരിൽ പൊതുപരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചേരുകയും ചെയ്യും. നേരത്തെ GK പറഞ്ഞതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം അത് തന്നെയാണ് UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലേക്ക് രാഹുൽ ഗാന്ധി ആദ്യമായി ഇപ്പോൾ പ്രചരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ്. അവിടെ അടൂരിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയോടൊപ്പം പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് റോഡ് മാർഗം പത്തനംതിട്ടയിലേക്ക് പോകുന്നത്. പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ തിരുവല്ല, റാന്നി, കോന്നി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ കൂടി രാഹുൽ ഗാന്ധിയോടൊപ്പം ഉണ്ടാകും. അവിടെ ഈ പൊതുസമ്മേളനത്തിന് ശേഷമായിരിക്കും അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം രാഹുൽ ഗാന്ധി വീണ്ടും കോട്ടയത്തേക്ക് പ്രചരണ പരിപാടികൾക്കായി പോകുക. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡീൽ ആരോപണം, അതുപോലെ തന്നെ SDPയുമായുള്ള ബന്ധം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പോലും കോൺഗ്രസിനെതിരെ വിമർശിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിമർശനങ്ങൾക്കും അതുപോലെ പ്രചാരണ പരിപാടികളിൽ രാഹുൽ ഗാന്ധി സജീവമായി ഉണ്ടാകും. UDF ക്യാമ്പിന് ആവേശം പകർന്നുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം മാറാൻ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള, ഡീൽ വിവാദമടക്കമുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പറയാനുള്ളത് എന്താണെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.